എടാ മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി അപ്പോൾ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളൊക്കെ കണ്ടുവരുന്ന എഗ്ഗ് കുൽഫി ഇതാണ്. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ. 5 മിനിറ്റ് ആണെങ്കിലും അതവിടെ ഇരുന്ന് വെന്ത് ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കഴിച്ചവർ പിന്നെയും പിന്നെയും കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇവിടെ. ഭയങ്കര ചൂട്. കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് ഇവിടെ കാണുന്നത്. കാരണം മറ്റു സ്റ്റേറ്റിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അത് ആദ്യം യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുള്ളത്. അതെ, സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിരുന്നത് പുറത്തൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ഉണ്ടായിരിക്കും. പക്ഷെ കേരളത്തിലും നമ്മുടെ കണ്ണൂർ, കാസർഗോഡ് ആ സ്ഥലങ്ങളിലൊക്കെ ആയിട്ടുണ്ടെന്ന് അറിയുള്ളൂ. അതെ, ഉണ്ടാവും. എന്തായാലും നല്ല വ്യത്യസ്തമായ നല്ലൊരു ഭക്ഷണം. പിന്നെ പ്രോട്ടീനാണ്, നന്നായിരിക്കും. കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരു ജങ്ക് ഫുഡായിട്ട് പോകുന്നില്ല. നന്നായിരുന്നു, നല്ലതാണ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഈ സോസും ഈ പലതരത്തിലുള്ള സ്പൈസസും ഒക്കെ ചേരുമ്പോൾ ഒരു നല്ലൊരു ഫീലിംഗ്, നല്ല ടേസ്റ്റ്. ചേട്ടാ എന്താ പൊങ്ങി വരുന്നേ? ഇതാണ് സാധനം, എഗ്ഗ് കുൽഫി എന്ന് പറയും. എഗ്ഗ് കുൽഫി? അതെ, അടുത്ത ഏരിയയിലൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. നമ്മുടെ ഈ ഏരിയയിലൊന്നും ഇല്ലല്ലോ. നമ്മുടെ അടുത്ത ഏരിയയിലൊന്നും ഇല്ല. ആണോ ഇവൻ പൊങ്ങി വരുന്ന? അതെ, ഇതാണ് പൊങ്ങി വരുന്നത്. ഇങ്ങനെയാണോ സംഭവം വരുന്നത്? ഇതല്ലേ, ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പൊങ്ങി വരുവാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് പൊങ്ങി വരുവാ. അതെ, അടിപൊളി. ഈ കുൽഫിയിൽ എത്ര എണ്ണം ചെയ്യും? ഇത് 10 വരെ നമുക്ക് ഒരേ സമയം ചെയ്യാം. ഒരേ സമയം 10 ചെയ്യാം അല്ലേ? അതെ, ആള് കൂടുന്നതനുസരിച്ച് നമുക്ക്. പക്ഷേ ഇത് വലിയ സ്പേസ് വേണ്ടല്ലേ? വേണ്ട, കുറച്ച് സ്ഥലം മതി. ഇത്ര വരുത്തോ? അതോ ഫുള്ള് കയറി വരും? അതെ, അത് താഴെ വേളമുള്ളതുകൊണ്ടാണ് നിൽക്കുന്നത്. ഫുള്ള് വെന്തതിന് ശേഷം കയറി വരുള്ളൂ. ഇത് അടിയിൽ പോയി മിക്സ് ആയിട്ടാണ് കയറി വരുന്നത്? അതോ അങ്ങനെ തന്നെ 2 ലെയറായിട്ട് തന്നെ വരുന്നത്? നമ്മൾ ഏത് രീതിയിൽ ഒഴിക്കുന്നു അതേ രീതിയിൽ തന്നെ വെള്ളയും ചുവപ്പായിട്ടാണ് കയറി വരുന്നത്. നമ്മള് വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ആദ്യം വെള്ളം വരും, പിന്നെ ചുവപ്പ് വരും, പിന്നെ വെള്ളം വരും, പിന്നെ ചുവപ്പ് വരും. അങ്ങനെ 2 ഇതായിട്ടാ വരുന്നത്. ഇപ്പൊ നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേരെന്തോ? ഇത് ഒന്നാംകുറ്റി. അതെ, പത്തനാപുരം കലഞ്ഞൂരിന്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. ഇടത്ര എന്ന് പറയും. ഇടത്രയ്ക്ക് അടുത്തായിട്ട് വരും. ഇടത്ര ഒന്നാംകുറ്റി. എത്ര മണിക്കാണ് നമ്മൾ തുറക്കുന്നത്? ഇത് 3-3:30 മുതൽ സ്റ്റാർട്ടിങ്. 3:30 മുതൽ സ്റ്റാർട്ട് എന്നും എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. അതെ. ഇപ്പൊ ഒരു കുൽഫിക്ക് എത്ര രൂപയാണ്? ഒരു കുൽഫിക്ക് നമ്മൾ 2 മുട്ട കഴിക്കുന്നത് 40 രൂപ. ഇതാണ് കുൽഫി. എഗ്ഗ് കുൽഫി. അതെ, ഇതെങ്ങനെ എയർ കൊണ്ട്? എയർ കൊണ്ട്. ഇത് മാജിക് മെഷീൻ ആണ് ഇത് പറയപ്പെടുന്നത്. മാജിക് മെഷീൻ ആണ് പറയുന്നത് അല്ലേ? അതെ. ഇതിനകത്ത് പേര് എഴുതുന്നുണ്ടല്ലോ, മാജിക് മെഷീൻ പേരുണ്ട്. അതാണ്ട് പൊങ്ങി വരുന്നുണ്ട്. ഇനി ഇത് എത്ര ചേർക്കും? ഇതിനകത്ത് നമ്മൾ ഇതിന്റെ മസാലകളാണ് ചേർക്കുന്നത്. മസാല ചേർക്കും. അതെ. ഇപ്പോൾ എഗ്ഗ് കുൽഫി റെഡി. റെഡി ആയിരിക്കും. മോളുമായിട്ട് കുൽഫി കഴിക്കാൻ വേണ്ടി വന്നതാണോ? നോക്കാതെ വെച്ച് ട്രൈ ചെയ്യണമല്ലോ നമ്മുടെ നാട്ടിൽ സംഭവം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. നേരത്തെ എവിടെയെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇത്? ഇല്ല, കണ്ടിട്ടുണ്ട് യൂട്യൂബിലും ഒക്കെ. അവിടെയൊക്കെ ഇതിന്റെ ഈ പരസ്യം അവിടെ എവിടെയും കണ്ടിട്ടുണ്ട്. ഈ കോഴിക്കോട്, കാസർഗോഡ് പൊങ്ങി വരുന്നതായിട്ടൊക്കെ നമ്മള് കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ സംഭവം ഉള്ളപ്പോ നമ്മളൊന്ന് നോക്കാന്ന് വിചാരിച്ചു. ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. നമ്മുടെ നാട്ടിലൊരു സാധനം വരെ നമുക്ക് ട്രൈ ചെയ്യണ്ടേ? മുട്ടയല്ലേ, വേറൊന്നും ഇല്ലല്ലോ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ബെന്നറ്റ്. എവിടാ സ്ഥലം? ഇവിടെ കലഞ്ഞൂരാണ്. ഇവിടെ അടുത്താണ്. ആദ്യമായിട്ട് കഴിക്കാൻ പോവാ? മിനിഞ്ഞാന്ന് ഇതുവരെ പോയപ്പോൾ സാധനം ഇതുവരെ കണ്ടു. അപ്പൊ ഞാൻ നിർത്തി ചോദിച്ചായിരുന്നു സംഭവം എങ്ങനെ മേടിച്ചില്ല. ഇപ്പൊ വന്നപ്പോ പിന്നെ നോക്കാന്ന് വിചാരിച്ചു. എന്തായാലും കൊടുത്തു നോക്കാം, കഴിയും. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നില്ലേ? അതെ. 2 മുട്ട ഒരുമിച്ച് തന്നെ കഴിക്കുന്നത്. അല്ല, 2 കൂടെ ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് മുട്ടയ്ക്കകത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് 2ആയിട്ട് ഒഴിക്കുന്നത്.
ഇതിപ്പോൾ നല്ല ചൂടായി കിടക്കുകയാണ്. ചൂടായി കിടന്നിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സംഭവം തന്നെ മേപ്പോട്ട് കയറി വരും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ശാലം വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്ക് ഈ വെള്ളം ഒഴിച്ചതിനകത്തിട്ട് അതൊന്ന് ശുദ്ധീകരിച്ചെടുക്കുക. അപ്പോൾ ആ ചൂട് വെള്ളത്തിനകത്ത് സ്റ്റിക്ക് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ഇട്ടിടുന്നത്. ഒരു 5 മിനിറ്റ് എടുക്കുമ്പോഴത്തേക്ക് അത് റെഡിയായി മേപ്പോട്ട് പൊങ്ങി വരും. നല്ല ചൂടല്ലേ? നല്ല ചൂടാ. അപ്പോൾ ഇത് വെള്ളയും അതിൻ്റെ മഞ്ഞക്കരും കൂടെ ചേർന്ന് 2 തട്ടായിട്ടാണ് വരുന്നത് കേട്ടോ. അത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും പിന്നെ സോൾട്ട് ആൻഡ് പെപ്പറും പിന്നെ ചേട്ടൻ്റെ വ്യത്യസ്തമായ ഒരു കൂട്ടുണ്ട്, അതും കൂടെ ഒക്കെ ചേരുമ്പോൾ ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ വരിക. ഇടത്തറ 1-ാം കുറ്റിയിൽ, അതായത് പത്തനംതിട്ട റൂട്ടിൽ ഇടത്തറ 1-ാം കുറ്റിയിലാണ് ഈ ഒരു വ്യത്യസ്തമായ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡ് കിട്ടുന്നത്. തീർച്ചയായിട്ടും അവിടെ വിസിറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും.